ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധനായ ഉപേന്ദ്രനാരായണൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, നോക്കൂ, ഈ അപകടങ്ങളിൽ പെടുന്ന വാർത്തകൾ അത് ദിനംപ്രതി ഇങ്ങനെ വർദ്ധിക്കുന്നതല്ലാതെ എത്ര ചർച്ച ചെയ്തിട്ടും അതിലൊരു നീക്കുപോക്ക് ഉണ്ടാകുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ഈ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ ആലുവയിൽ കാർ അപകടത്തിൽപ്പെട്ട് ഒരു കുട്ടിക്ക് നിസ്സാരമായി പരിക്കേറ്റു. എന്നാൽ ഈ ഒഴിവായി പോയതൊരു വലിയ അപകടമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. 4 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് ഈ ഒരു അപകടം. എന്നാൽ ഇത് ഒരുപക്ഷെ ഈ കാറ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ കാർ ഒരു താഴേക്ക് എന്ന് പറയുമ്പോൾ ഈ ചാലാണ്, അവിടേക്കുള്ള കൈവരിയിൽ തട്ടി ഈ കാർ ഇങ്ങനെ നിൽക്കുകയാണ്. ഇലക്ട്രിക് പോസ്റ്റിലാണ് ഇടിച്ചത്. ഒരുപക്ഷെ ഈ കാർ മറിഞ്ഞിരുന്നുവെങ്കിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി തന്നെ വലുതായേനെ. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അപകട കാരണം എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്ന ഒരു കാര്യം. അതെ, ആ വീഡിയോ ഞാൻ കണ്ടു. അത് എനിക്കറിയാവുന്ന സ്ഥലമാണ്. കുട്ടമശ്ശേരിക്ക് അടുത്തൊരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോ എന്താ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഡ്രൈവർ അമിതമായ വേഗത്തിൽ വന്നിട്ട് ആ കലുങ്കിന്റെ അടുത്തൊരു കർവ് ഉണ്ട്, അത് തിരിക്കാനുള്ള ശ്രമത്തിനകത്ത് സ്കിഡ് ചെയ്ത് പോയിട്ട് പാലത്തിന്റെ കൈവരിയിൽ അടിച്ച് നിൽക്കുമായിരുന്നു. ഭാഗ്യത്തിന് താഴേക്ക് പോയില്ല. താഴേക്ക് പോയിരുന്നെങ്കിൽ ഒരു 3-4 പേരുടെ മരണം വെള്ളം കുടിച്ച്, പ്രത്യേകിച്ചും രാത്രി വെളുപ്പാങ്കാലത്തൊന്നും ആരും ആ പ്രദേശത്ത് കാണില്ല. അപ്പോ വെള്ളത്തിലേക്ക് പോയിരുന്നെങ്കിൽ മരണം ഉറപ്പായിരുന്നേനെ. അത് ഗോഡ്സ് ഓൺ കൺട്രി ആയ കേരളത്തിൽ അങ്ങനെ സംഭവിക്കായിരുന്നു എന്ന് ദൈവത്തിന്റെ ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അമിത വേഗതയാണ് ഇന്ന് എന്നും കേരളത്തിൽ നടക്കുന്ന മിക്ക അപകടങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം. അസ്ഥാനത്ത് അമിത വേഗത, അതായത് എവിടെ നമ്മൾ വേഗത കൂട്ടാൻ പാടില്ല അവിടെ വാഹനത്തിന്റെ വേഗത കൂട്ടി റെക്ലസ് ആയിട്ട് ഓടിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കൈവരികൾ ഇടിച്ച് പുഴയിലേക്ക് പോവുക, മറ്റു ദുരന്തങ്ങളിലേക്ക് പോവുക. അതാണ് ഈ അപകടം എന്ന് എനിക്ക് പറയാനുള്ളത്. ഈ കൊച്ചിയിൽ തന്നെ സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും ഇത്തരത്തിൽ ഈ അമിത വേഗത തന്നെയാണ് അതിന്റെയും കാരണമായി പറയുന്നത്. അതായത് ഈ ഒരു കാർ കടമുറിയിലേക്ക് ഇടിച്ചു കയറിയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അതെ, ഞാൻ കണ്ടു. അതിന്റെ ആ കാറിന്റെ ബിൽഡ് ക്വാളിറ്റി, അതാണ് നമ്മൾ കാറ് വാങ്ങുമ്പോൾ അതിന്റെ ബോഡിയുടെ സ്ട്രെങ്ത് ഏറ്റവും നല്ല സ്ട്രോങ് കാറായിട്ടാണ് ആ കാറ്. പഴയ കാറാണെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു മിത്സുബിഷി ലാൻസർ ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ അതിന്റെ ബിൽഡ് ക്വാളിറ്റി കൊണ്ടാണ് അത് കട ഇടിച്ച് പൊളിച്ച് അകത്ത് കയറിയിട്ട് പോലും അതിനകത്തിരുന്നവർക്ക് നിസ്സാര പരിക്കേ പറ്റുള്ളൂ. പിന്നെ സമയം, അത് കൊച്ചിയുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെയേറെ തിരക്കുള്ള സ്ഥലമാണ്. അത് രാവിലെ 9 മണി തൊട്ട് തിരക്ക് കൂടിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി 10 മണി വരെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഭാഗ്യത്തിന് ഈ സമയമായതുകൊണ്ട് മറ്റാരും റോഡ് ഇല്ലാത്തതുകൊണ്ടും ആരുടെയും ജീവൻ പൊലിഞ്ഞില്ല. കാറിലെ ഡ്രൈവർക്ക് മാത്രമാണ് ഒരു ചെറിയ പരിക്കുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇതും അമിതമായ വേഗതയാണ്. നമ്മുടെ സിറ്റിയിലെ സ്പീഡ് ലിമിറ്റ് മനസ്സിലാക്കണം. റെക്ലസ് ആയിട്ടുള്ള ഓടിക്കൽ നിയന്ത്രിച്ചേ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ അധികമൊന്നും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ പോലും ഈ അമിത ഭാരവുമായി പോകുന്ന ലോറികൾ അത് ഉണ്ടാക്കുന്ന അപകടം അത് ചെറുതല്ല. അത്തരത്തിലൊരു സംഭവമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. പൂനെയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന പ്ലൈവുഡുമായി കൊണ്ടുപോകുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഒരു തലനാരിഴയ്ക്കാണ് ആ ഒരു വലിയൊരു അപകടമാണ് അവിടെ ഒഴിവായി പോയിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം തൊട്ടടുത്തൊക്കെ കടകളുണ്ട്. ഒരുപക്ഷെ രാവിലെ ആയിരുന്നു ഈ കടകളൊക്കെ തുറക്കേണ്ട ഒരു സമയമായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവിടെ ആളുകളൊന്നും ഇല്ലായിരുന്നത്. എന്തായാലും ഒഴിവായതൊരു വലിയ അപകടമാണെന്ന് അക്കാര്യത്തിൽ പറയേണ്ടതില്ല. അതെ, കാര്യം ഈ ലോഡ് കയറ്റുമ്പോൾ ഈ മുതലാളിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ദേശീയപാതകളിലൂടെ ഓടുന്ന ലോറികള് 150%, 200% എന്ന് വെച്ചാൽ ഇരട്ടി. 10 ടൺ കയറ്റാനുള്ള പെർമിറ്റ് ഉണ്ടെങ്കിൽ 20 ടൺ, 25 ടണ്ണോളം കയറ്റിക്കൊണ്ടാണ് റോഡേ പോകുന്നത്. കൂടാതെ ഇങ്ങനെ പ്ലൈവുഡ് ഒക്കെ ഓവർഹാങ് ആയിട്ട്, അതായത് ബോഡി ഹൈറ്റിന് മുകളിലേക്ക് കയറ്റി വെക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് കെട്ടില്ല. അപ്പൊ ഇത് സത്യത്തിൽ താങ്കൾ ഈ ന്യൂസ് എടുത്തത് നന്നായിരുന്നു. എനിക്ക് പലരോടും പറയാൻ ഒരു അവസരമായി. ദയവ് ചെയ്ത് ലോഡ് കയറ്റുമ്പോൾ ഈ ലോഡ് അൺഈവൻ റോഡില് കർവ് ടേൺ ചെയ്യുന്നിടത്തൊക്കെ ഇത് താഴേക്ക് മറിയാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇതിന്റെ സെൻട്രൽ ഗ്രാവിറ്റി ഹൈ സെൻട്രൽ ഗ്രാവിറ്റിയാണ്. കാര്യം വാഹനത്തിന്റെ ബോഡി ഹൈറ്റിന് ബോഡിയില് ലോഡ് കയറ്റേണ്ട സ്ഥലത്തു നിന്ന് ബോഡി ഹൈറ്റിൽ നിന്ന് ഇരട്ടി പൊക്കത്തിൽ കയറ്റുമ്പോൾ ആ വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെടും നമ്മൾ ടേൺ എടുക്കുമ്പോൾ. അപ്പൊ പ്രാക്ടീസ് കുറഞ്ഞ ഡ്രൈവർ, വേണ്ടത്ര ബോധമില്ലാതെ ലോഡ് ചെയ്തവർ, അത് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. ഇത് ലോഡ് പ്രോപ്പറായിട്ട് കെട്ടിയിട്ടുണ്ടോ, ശക്തിയായ അതായത് ബലമുള്ള കയറുകൊണ്ടാണോ കെട്ടിയേക്കുന്നത്. പൂനെ വഴിയുള്ള റോഡാണ്. പൂനെ വരെ എന്ന് പറയുമ്പോൾ
1000 കിലോമീറ്റർ ഓടിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഇത് വേറെ കാറുകളുടെ മുകളിലേക്ക് മറിയാതിരുന്നതും സ്കൂൾ സോൺ ഏരിയയിലേക്ക് മറിയാതിരുന്നതും വലിയ ഭാഗ്യം കൊണ്ട് തന്നെ ഈ ചെറിയ അപകടം കൊണ്ട് നിന്നു. പക്ഷെ ഇതല്ല, നമുക്കിത് തടയണമെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഡ്രൈവിംഗ് വേണം. ഒരു ഡ്രൈവർ ഓവർലോഡ് കയറ്റാൻ പാടില്ല. പിന്നെ നമ്മളെ MVDയും പോലീസും ഒക്കെ ഓവർലോഡ് പിടിക്കുന്നില്ല എന്ന് തന്നെ ഒരു പരാതി എനിക്കുണ്ട്. കാര്യം നമ്മുടെ ദേശീയപാതയിലൂടെ ഓടുന്ന വാഹനങ്ങളുടെ ഭൂരിപക്ഷവും 100% കൂടുതൽ, അതായത് 10 ടൺ കയറ്റാവുന്ന വണ്ടിയിൽ 20-25 ടൺ കയറ്റിക്കൊണ്ടാണ് ഈവൻ ടിപ്പർ ലോറി പോലും പോകുന്നത്. അത് അവർ കണ്ണടയ്ക്കുന്നത് മൂലം അനേകം അപകട സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങരുത്, വർത്തമാനം പറഞ്ഞ് റോഡിൽ നിൽക്കരുത്. കാര്യം റോഡ് എന്ന് പറയുന്ന അപകട കെണിയാണ്. നിങ്ങൾ മതിമറന്ന് റോഡിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കും, കൂട്ടുകാരനെ കണ്ട് ഹലോ എന്ന് പറഞ്ഞു, അവിടെ ഒന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴെങ്കിലും ഒരു വണ്ടി നിങ്ങളുടെ ദേഹത്തേക്ക് പാഞ്ഞു വരും, അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള ലോറികളുടെ ലോഡ് നിങ്ങളുടെ തലയിലേക്ക് പതിക്കുമെന്നൊരു ബോധം വേണം. കഴിവതും റോഡിൽ കുറച്ച് സമയം, എത്രയും കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അത്ര കുറച്ചേ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം അപകടങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ് ഇപ്പോൾ. പ്രതിരോധ മാർഗങ്ങൾ തടയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു പ്രതിരോധ മാർഗവും റോഡിൽ കാണുന്നില്ല, പോലീസിനെ കാണുന്നില്ല, MVD കാണുന്നില്ല. ഇനിയിപ്പോ പട്ടാളത്തിനെ വിളിക്കുക മാത്രമേ ഇനി വഴിയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ, ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് കണ്ണൂരിലാണ്. അതായത് ഒരാൾ ഈ റോഡരികിൽ നിന്ന് സ്കൂട്ടർ നിർത്തിയിട്ടാണ്, എന്നാൽ പോലും റോഡരികിൽ നിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ അമിത വേഗതയിലെത്തിയതാകാം ആ കാർ, എന്താണെന്ന് അറിയില്ല. എന്നാൽ പോലും ആ കാറ് അയാളെ ഇടിച്ചു തെറിപ്പിച്ചു, അയാൾ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞതനുസരിച്ച് ഇതൊരു അപകട സാധ്യതയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഒരു വളവിലാണ് ഇയാൾ നിർത്തിയിട്ട് ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്നത് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായില്ല. ഒരു കാരണവശാൽ നമ്മളൊക്കെ ഈ വളവിലൊന്നും വാഹനം നിർത്തി ഒരിക്കലും സംസാരിച്ച് നിൽക്കാൻ പാടില്ലാത്തതല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് താങ്കൾ പറയുന്നത്. കാര്യം ഞാൻ ഇന്ന് രാവിലെയും ഇങ്ങനെ കണ്ടു, ഈ ആർക്കെങ്കിലും സ്കൂട്ടർ ഓടിച്ചു പോകുന്നവർക്ക് അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചു പോകുന്നവർക്ക് ഒരു കോള് വന്നു കഴിഞ്ഞാൽ റോഡിന്റെ നടുക്കായാലും പാലത്തുമ്മേലായാലും എവിടായാലും പെട്ടെന്ന് അങ്ങ് നിർത്തുക. പക്ഷെ പിന്നിന്ന് വരുന്ന വാഹനം എങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ കയറുമെന്നോ, അല്ലെങ്കിൽ ടേണിങ്ങിലാണെങ്കിൽ ആ ടേണിങ്ങിൽ ഈ വാഹനത്തിന് സ്മൂത്തായിട്ട് ടേൺ ചെയ്ത് പോകാൻ പറ്റുമോന്നോ ഒരു ബോധവും ഇല്ലാതെ കാല് വെളിയിലോട്ടിട്ട് കാലുമേ കൂടെ മറ്റു വാഹനം കയറിക്കോട്ടെ എന്നുള്ള നിലയിൽ സ്കൂട്ടർ ഓടിക്കുന്ന ചില സ്ത്രീകൾ പോലും അങ്ങനെ പെരുമാറുന്നുണ്ട്. ദയവ് ചെയ്ത് ഒരു കാരണവശാലും നിങ്ങളുടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ ആ കോൾ അതിനകത്ത് കിടക്കും, മിസ് കോൾ ആയിട്ട്. സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തി ടാർ റോഡിൽ നിന്ന് ഇറക്കി നിർത്തിക്കൊണ്ട് വാഹനം നിങ്ങളുടെ കാലിലോ ശരീരത്തോ കയറില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രം ആ കോള് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ റോഡിന്റെ നടുക്ക് നിർത്തി ഫോൺ അറ്റൻഡ് ചെയ്യുക, സംസാരിക്കുക, ഇതൊക്കെ ആത്മഹത്യാപരമല്ലേ? ദയവ് ചെയ്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുക, ബുദ്ധി ഉപയോഗിക്കുക. നമ്മളെല്ലാം എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിദ്യാസമ്പന്നരാണ്, ബുദ്ധിശക്തി ഉള്ളവരാണ്. എന്തുകൊണ്ട് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല? കഷ്ടമുണ്ട്. ഇങ്ങനെ മരിക്കല്ലേ? റോഡില് ചോരക്കളമാണ്, എല്ലാ 10 മീറ്ററിലും ചോരക്കളങ്ങളാണ് ഓരോ ദിവസം കൂടുന്തോറും. ശരി, വളരെയധികം നന്ദി ശ്രീ ഉപേന്ദ്രൻ നാരായണൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.